ഹായ് ഓൾ, നിഹ പ്രോഗ്രസ് സയൻസിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു ക്രോപ്പ് ടോപ്പിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഒക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. ക്രോപ്പ് ടോപ്പിന് നമ്മൾ വീനക്കാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കുക കേട്ടോ. കൂടെ തന്നെ നമ്മുടെ ഫ്രോക്കിൻ്റെ ക്ലാസ്സിലേക്ക് ജോയിൻ ആവാൻ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ജസ്റ്റ് ഒന്ന് വാട്സപ്പ് ചെയ്താൽ മതി. ആദ്യം നമ്മളെപ്പോഴും കട്ട് ചെയ്തെടുക്കുക ഫ്രണ്ട് പീസാണ് അല്ലേ, കാരണം ബാക്കിൽ നമ്മൾ സിബ് വെച്ച് കൊടുക്കുന്നതുകൊണ്ട്. അപ്പോൾ ഇതാ കോട്ടൺ ലൈനിങ്ങിനെ രണ്ടാക്കി ഫോൾഡ് ചെയ്ത് നമ്മൾ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് നമുക്കൊരു സ്ട്രെയിറ്റ് ലൈന് വരച്ചു കൊടുക്കണം. ഇനി ഈ ഒരു ലൈനിൽ നമുക്ക് ഷോൾഡർ ആയിട്ട് 4.5 ഇഞ്ച് കറക്റ്റ് ആക്കിയിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ആ ഒരു പോയിന്റിൽ നിന്നും തന്നെ നമ്മൾ താഴോട്ടേക്ക് ആം ഹോളായിട്ടും 4.5 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇനി നമുക്ക് ചെസ്റ്റാണ് മാർക്ക് ചെയ്ത് കൊടുക്കാനുള്ളത്. ചെസ്റ്റ് ഞാനിവിടെ കറക്റ്റ് 5.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു. അതിനുശേഷം തയ്യൽ തുമ്പായിട്ട് 2 ഇഞ്ചും കൂടെ എക്സ്ട്രാ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. തയ്യൽ തുമ്പ് നമ്മൾ എപ്പോഴും ചെസ്റ്റിനും വേസ്റ്റിനും 2 ഇഞ്ചാണ് കൊടുക്കുന്നത്. ഇനി ഇവിടെ ഈ ആം ഹോളിനെ ഒന്ന് കർവ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആം ഹോൾ കർവ് ചെയ്യുന്നതും എല്ലാ ഷോൾഡർ എങ്ങനെ മാർക്ക് ചെയ്യുന്നത്, നെക്ക് എങ്ങനെ മാർക്ക് ചെയ്യുന്നത് എല്ലാ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആണ് നമ്മുടെ ക്ലാസ്സിൽ ഉൾപ്പിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലും ജോയിൻ ആവാൻ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്ലാസ്സിൽ ജോയിൻ ആവുക. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു ക്രോപ്പ് ടോപ്പിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ക്രോപ്പിൻ്റെ ലെങ്ത് ആയിട്ട് ഞാനിവിടെ കറക്റ്റ് 10 ഇഞ്ചാണ് എനിക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം വേണ്ടത് കേട്ടോ. അപ്പോൾ അങ്ങനെ 10 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു. അതിനുശേഷം ഇനി നമുക്ക് സീം അലവൻസ് ആയിട്ട് ഒരു 2 ഇഞ്ചോളം അല്ലെങ്കിൽ ഒരു 2.5 ഇഞ്ചോളമൊക്കെ നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇവിടെ ഞാനൊരു 2.5 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. താഴെ ഭാഗത്ത് നമ്മൾ കുറച്ച് സീം അലവൻസ് ഇട്ട് കൊടുത്താലും നമുക്ക് ലാസ്റ്റ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് അതിനെ കറക്റ്റ് ആക്കാവുന്നതാണ് കേട്ടോ. ഇനി ഇവിടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ കൊടുക്കാം. സ്ട്രെയിറ്റ് ആയിട്ട് വേണം നമ്മൾ വരച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. അടുത്തത് ഈ ചെസ്റ്റും വേസ്റ്റും നമുക്ക് എന്ത് ചെയ്യണം, ഒരു സ്ട്രെയിറ്റ് ലൈനും കൂടെ ഇവിടെ കൊടുക്കണം കേട്ടോ. നമുക്ക് താഴെ ഭാഗത്ത് മാർക്ക് ചെയ്യാനൊന്നുമില്ല, കാരണം നമ്മൾ ചെസ്റ്റും വേസ്റ്റും ഒരേ ലെവലിലേക്കാണ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ടാണ് വരച്ചും കൊടുക്കുന്നത്. ഇനി ചെസ്റ്റിൻ്റെ താഴെ ഭാഗത്ത് നിന്നും ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ആം ഹോൾ അവിടെ നിന്ന് കർവ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ നമ്മൾ ആം ഹോൾ ഒന്ന് കർവ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സ്ലീവ്ലെസ് ഡ്രസ്സിനാണ് നമ്മൾ ഈ ഒരു രീതിക്ക് ചെയ്തെടുക്കുന്നത്. അടുത്തതായിട്ട് ഇനി നമുക്ക് നെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. നെക്ക് ഞാനിവിടെ കറക്റ്റ് 2 ഇഞ്ചിലാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നെക്ക് വിഡ്ത്തിൻ്റെ ആ ഒരു പോയിന്റിൽ നിന്നും താഴേക്ക് നമ്മുടെ നെക്കിൻ്റെ ലെങ്ത് ആയിട്ട് 4 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. കറക്റ്റ് നമ്മൾ എന്ത് ചെയ്തു, 4 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു. നമ്മളിത് ഈ ഒരു ക്രോപ്പ് ടോപ്പിൽ നെക്ക് കൊടുക്കുന്നത് വി നെക്കാണ് കേട്ടോ. ഇനി ഈ ഒരു നെക്കിൻ്റെ ലെങ്ത്തിനെ നമുക്കൊരു ബോക്സ് ആക്കി എടുക്കാം. അതിൽ നമുക്കിനി എന്ത് ചെയ്യാം, കറക്റ്റ് ക്രോസ് ആയിട്ട് വേണം വി നെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാനായിട്ട്. ഇങ്ങനെ നമ്മൾ ക്രോസ് ആയിട്ടാണ് വി നെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഈ ഒരു ഷേപ്പിൽ വ്യത്യാസം വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ വി നെക്ക് നമുക്ക് കറക്റ്റായിട്ട് കിട്ടൂല കേട്ടോ. നമ്മളെപ്പോഴും നല്ല രീതിക്ക് ടാപ്പിനെ വെച്ച് കൊടുത്തിട്ട് ആ ഒരു പോയിന്റിലേക്ക് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഒന്ന് ഇങ്ങനെ കോണായിട്ട് വരച്ചു കൊടുക്കണം കേട്ടോ. പിന്നെ നമ്മൾ നെക്കിൽ നിന്നും ഷോൾഡറിലേക്ക് ചെരിച്ചൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി വരച്ചെടുത്തിട്ടുള്ള പോർഷൻസൊക്കെ നമുക്ക് എന്ത് ചെയ്യണം, കറക്റ്റായിട്ട് തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം, നമ്മളെ ലൈനിങ് പീസൊക്കെ ചിലപ്പോൾ നമ്മൾ എന്തിനെങ്കിലും ബാക്കി വന്നിട്ടുള്ളത് ജസ്റ്റ് അവിടെ ഫോൾഡ് ചെയ്ത് വെക്കൂലേ. അപ്പോൾ അങ്ങനെയാവുന്ന സമയത്ത് ലൈനിങ്ങിൽ ചിലപ്പോൾ ചില ചുളിവുകളും കാര്യങ്ങളൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ആവുന്ന സമയത്ത് നമ്മളൊന്ന് അയൺ ചെയ്തിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ആ കാര്യങ്ങളൊക്കെ ജസ്റ്റ് നമ്മളൊന്ന് ഓർമ്മയിൽ വെക്കണം. അപ്പോൾ നമുക്കങ്ങനെ വീനക്കൊക്കെ നല്ല അടിപൊളിയായിട്ട് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഫ്രണ്ട് പീസ് നമ്മൾ ചെയ്ത പോലെ തന്നെ ബാക്ക് പീസിലേക്കും ആവശ്യമായിട്ടുള്ള കോട്ടൺ ലൈനിങ്ങിനെ നമ്മൾ ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ഒരു സ്ട്രെയിറ്റ് ലൈൻ കൊടുത്തു. ഇനി നമുക്ക് സിബിനുള്ള പോർഷനായിട്ട് 3/4 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാം. ആ ഒരു മാർക്കിങ്ങിനെ ഇതുപോലെ നമ്മൾ സ്ട്രെയിറ്റ് ആക്കിയിട്ട് ഒന്ന് വരച്ച് കൊടുക്കാം കേട്ടോ. നമുക്ക് കറക്റ്റായിട്ട് ഫ്രണ്ട് പീസ് വെക്കാനുള്ള ആ ഒരു പോർഷനാണ് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി എന്ത് ചെയ്യാം, ആ ഒരു വരച്ചെടുത്ത മാർക്കിങ്ങിൽ കറക്റ്റായിട്ട് തന്നെ നമ്മുടെ ഈ ഒരു ഫ്രണ്ട് പീസ് എടുത്തിട്ട് വെച്ച് കൊടുക്കുക. കറക്റ്റ് വരത്തക്ക വിധത്തിൽ നല്ല ടൈം എടുത്തിട്ട് തന്നെ വേണം നമ്മൾ ഈ ഒരു ഭാഗങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മളിപ്പോൾ ഈ വീഡിയോസിലൊക്കെ കാണുന്ന സമയത്ത് പെട്ടെന്ന് ഓരോ കാര്യങ്ങളും ചെയ്യൂലേ, നമുക്ക് എന്തായാലും സ്ലോയിലായിട്ട് കാണിക്കാൻ വേണ്ടിയിട്ട് പറ്റൂല. കാരണം ഒരുപാട് ലെങ്ത്ത് നമ്മുടെ ഈ ഒരു വീഡിയോസിന് കൂടി പോകും കേട്ടോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അത് കുറച്ച് സ്പീഡാക്കിയിട്ടോ അല്ലെങ്കിൽ കട്ട് ചെയ്തിട്ടൊക്കെയാണ് നമ്മൾ വീഡിയോസുകൾ എഡിറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതും കൂടെ നിങ്ങളൊന്ന് ഓർമ്മയിൽ വെക്കണേ. അപ്പോൾ അങ്ങനെ നമ്മൾ ഫ്രണ്ട് പീസ് ബാക്ക് പീസിൻ്റെ മുകളിലായിട്ട് വെച്ചിട്ട് പിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നെക്കിൻ്റെ വിഡ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം. നെക്ക് ബാക്കിൽ നമ്മൾ വി നെക്കല്ല, കറക്റ്റ് നമ്മുടെ റൗണ്ട് നെക്കാണ് കൊടുക്കുന്നത് കേട്ടോ. ഇനി ഈ ഒരു ഫ്രണ്ട് പീസിൻ്റെ പാകത്തിന് നമുക്ക് ഈ ഒരു ബാക്ക് പീസുകൾ മുഴുവനായിട്ട് കട്ട് ചെയ്തെടുക്കാം.
അപ്പോൾ അങ്ങനെ നമ്മൾ ഏകദേശം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇനി നമുക്ക് സിബിൻ്റെ ആ ഒരു പോർഷനും കൂടി കട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിന് മുൻപായിട്ട് നമ്മുടെ നെക്ക് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കും. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് പീസിനൊന്ന് മാറ്റി നിർത്തിയിട്ട് ബാക്ക് നെക്കിൻ്റെ ലെങ്ത്ത് എത്രയാണോ നമുക്ക് വേണ്ടത് അത് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അത് ഏത് ഷേപ്പിലാണ് വേണ്ടത് എന്നാൽ അതും കൂടെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. ബാക്കും വി ആയിട്ട് ചെയ്യുന്നത് കൊണ്ടും ഒരു കുഴപ്പമില്ല, നമ്മളെ ഇഷ്ടം പോലെ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഫ്രണ്ട് പീസ് നമ്മൾ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. സിബിൻ്റെ ആ ഒരു പോർഷന് നമ്മൾ ചെറിയ രീതിക്കൊന്ന് കട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എളുപ്പത്തിനാണ് കേട്ടോ. അടുത്തതായിട്ട് ഇനി ഫ്രണ്ട് പീസ് നമ്മൾ എടുത്തിട്ട് ഫ്രണ്ട് ആം ഹോൾ ഒന്ന് കുഴിച്ച് കട്ട് ചെയ്ത് കൊടുക്കണം. ഇതെപ്പോഴും നമ്മൾ എല്ലാ ഡ്രസ്സുകളിലും ചെയ്യുന്ന മെത്തേഡുകളാണ്. അപ്പോൾ മാക്സിമം എല്ലാവരും ഈ ഒരു ഭാഗം ഓരോ ഡ്രസ്സിലും ഉൾക്കൊള്ളിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം കേട്ടോ. സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ക്രേപ്പ് ലൈനിങ്, അതിൻ്റെ മുകൾ ഭാഗത്തേക്കായിട്ട് നമ്മുടെ വർക്ക് പീസ്, അതിൻ്റെ മുകളിലേക്ക് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ആ ഒരു കോട്ടൺ ലൈനിങ്, ഇങ്ങനെയാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ആ വീനൊക്കെ കറക്റ്റായിട്ട് തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ സൈഡുകളിലുള്ള ആ ഒരു വിടുത്താവൂല, നമ്മൾ സെൻറ്ററിലേക്ക് വരിക. വീനക്കിൻ്റെ ആ ഒരു കൂർപ്പ് വരുന്ന ഭാഗത അവിടേക്ക് വരിക. അവിടെ നമുക്ക് കറക്റ്റായിട്ട് കൂർപ്പ് കിട്ടണം എന്നുണ്ടെങ്കിൽ നല്ലപോലെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കണം കേട്ടോ. അടുത്തത് നമ്മുടെ ഷോൾഡർ എത്രയാണ് എന്നുള്ളത് നമ്മൾ കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇതൊക്കെ എന്തിനാണ് കറക്റ്റായിട്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ക്ലാസ്സിൻ്റെ ആ ഒരു ഭാഗങ്ങളിൽ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാനുള്ള എല്ലാ പോർഷനുകളും നമുക്കൊന്ന് വരച്ചു കൊടുക്കാം. അങ്ങനെയാകുമ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നല്ല സിമ്പിളാണ്. വരച്ചെടുത്ത ആ ഒരു പോർഷനുകളൊക്കെ നമുക്ക് കറക്റ്റായിട്ട് തന്നെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഷേപ്പിൻ്റെ ആ ഒരു ഭാഗവും ആം ഹോളിൻ്റെ ഭാഗവും പിന്നെ നമ്മളെ വീനക്കും ഒക്കെയാണ് ഇപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുക്കുന്നത്. ഷോൾഡർ നമ്മൾ ചെയ്യുന്നില്ല കേട്ടോ. ഷോൾഡർ നമുക്ക് ഹൈഡ് ചെയ്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് മാറ്റുന്ന ആ ഒരു പീസസ് ഒക്കെ അതൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് സേവ് ചെയ്ത് വെക്കണം. അങ്ങനെ വേസ്റ്റ് ആക്കി കളയരുത്. കാരണം നമ്മുടെ ബാക്കിലേക്കുള്ള ബോ, അതുപോലെ തന്നെ നമ്മുടെ ഹെയർ ബാൻഡ്, ക്ലിപ്പ്, അതിലേക്കൊക്കെ നമുക്ക് യൂസ് ആക്കാവുന്നതാണ്. ചെറിയ പീസ് പോലും നമ്മൾ അങ്ങനെ വേസ്റ്റ് ആക്കി കളയാൻ പാടില്ല. കാരണം ബോക്കൊക്കെ ബെൽറ്റ് കൊടുക്കാനൊക്കെ നമുക്ക് അതിൽ നിന്നും എടുക്കാവുന്നതാണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു തയ്യൽ തുമ്പുകളിലൊക്കെ നമുക്ക് ചെറിയ കട്ടുകൾ ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഷോൾഡറിൻ്റെ ആ ഒരു ഭാഗത്ത് എക്സ്ട്രാ വന്നിട്ടുള്ള പീസസ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. അങ്ങനെ നമ്മുടെ ഫ്രണ്ട് പീസ് റെഡിയാക്കി എടുത്തു. ഇനി അടുത്തതായിട്ട് നമ്മുടെ ബാക്ക് പീസാണ് റെഡിയാക്കി എടുക്കുന്നത്. ആദ്യം തന്നെ നമ്മുടെ ക്രേപ്പ് ലൈനിങ് വെച്ച് കൊടുത്തു. അതിൻ്റെ മുകൾ ഭാഗത്തേക്കായിട്ട് നെറ്റ് ഫാബ്രിക്കിന് വെച്ച് കൊടുത്തു. അതിൻ്റെ മുകൾ ഭാഗത്തേക്കായിട്ട് നമ്മുടെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുള്ള ആ ഒരു കോട്ടൺ ലൈനിങ്ങിനെയും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനൊക്കെ നമുക്ക് എന്ത് ചെയ്യണം, നല്ല പോലെ ഒന്ന് പിൻ ചെയ്തെടുക്കണം. അപ്പോൾ ഈ പിൻ ചെയ്ത് എടുക്കുന്നതിൻ്റെ ആവശ്യകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്ലോത്ത് തെന്നി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ ഒരു രീതിക്ക് ചെയ്യുന്നത്. ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ട എല്ലാ ഭാഗങ്ങളും കറക്റ്റായിട്ട് തന്നെ നമുക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഫ്രണ്ട് പീസിൽ ചെയ്തതിനേക്കാൾ സിബിൻ്റെ ആ ഒരു പോർഷന് ബാക്ക് പോർഷനിൽ നമുക്ക് എക്സ്ട്രാ വരുന്നുണ്ട് കേട്ടോ. ഇനി ഷോൾഡർ നമ്മൾ ഫ്രണ്ട് പീസിൽ എത്രയാണോ ചെയ്തിട്ടുള്ളത് അത് നമ്മൾ എന്ത് ചെയ്യുക, കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഷോൾഡർ ഹൈഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് വേരിയേഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു രീതിക്കൊക്കെ ചെയ്തെടുക്കുന്നത്. ബാക്ക് പോർഷനിൽ നമ്മൾ വരച്ചെടുത്തിട്ടുള്ള ആ ഒരു ഭാഗങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഇതുപോലെ വെച്ചിട്ട് ഫ്രണ്ട് പീസ് സ്റ്റിച്ച് ചെയ്തെടുത്ത പോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കും. ഇപ്പോൾ സിബിൻ്റെ ആ ഒരു ഭാഗത ഇതുപോലെ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ടാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് കേട്ടോ. പിന്നെ അവിടെ നിന്ന് നമ്മൾ എന്ത് ചെയ്യുക, നെക്കിൻ്റെ ആ ഒരു പോർഷന് കംപ്ലീറ്റ് ആക്കി കൊടുക്കുക. ഷോൾഡർ മാത്രം നമ്മൾ ജോയിൻ ചെയ്തെടുക്കേണ്ടതില്ല, അല്ലാത്ത എല്ലാ ഭാഗങ്ങളും നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മൾ താഴെ ഭാഗം നമ്മൾ സ്റ്റിച്ച് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. കാരണം നമുക്ക് മറിച്ചിടണം. നമ്മൾ ലൈനിങ് പീസിനെ നമുക്ക് എന്ത് ചെയ്യണം, മറിച്ചിടണം. അപ്പോഴാണ് നമുക്ക് കറക്റ്റായിട്ടുള്ള ആ ഒരു തയ്യൽ തുമ്പൊക്കെ ഉൾഭാഗത്തേക്ക് പോയിട്ട് വൃത്തിയിൽ തന്നെ നമുക്ക് കിട്ടുള്ളൂ. ഇനി എക്സ്ട്രാ വന്നിട്ടുള്ള ആ ഒരു പീസസൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, കട്ട് ചെയ്ത് മാറ്റാം. പിന്നെ നമ്മൾ ഫ്രണ്ട് പീസിൽ ചെയ്ത അതേ മെത്തേഡിൽ തന്നെ തയ്യൽ തുമ്പുകളിലൊക്കെ നമുക്ക് എന്ത് ചെയ്യണം, ചെറിയ രീതിക്ക് കട്ടുകൾ ഇട്ട് കൊടുക്കണം. അപ്പോഴാണ് നമുക്ക് മറിച്ചെടുക്കുന്ന സമയത്ത് നല്ല നീറ്റായിട്ട് തന്നെ നമ്മുടെ പീസിനെ കിട്ടുകയുള്ളൂ. ബാക്ക് പീസ് നമ്മൾ ഷോൾഡറുമായിട്ട് ജോയിൻ ചെയ്യുന്നതിന് മുമ്പായിട്ട് തന്നെ സിബിൻ്റെ എല്ലാ പണികളും നമുക്ക് ഇവിടെ ഒന്ന് തീർത്ത് വെക്കാം. അങ്ങനെയാകുമ്പോൾ നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ സിബ് വെക്കാൻ വേണ്ടിയിട്ട് പാടുണ്ടാവില്ല. ഇതാകുമ്പോൾ നമുക്ക് ബാക്ക് പീസ് മാത്രമല്ലേ നമ്മുടെ കയ്യിലുള്ളൂ. അപ്പോൾ നമുക്ക് ക്ലോത്തിനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ലെവലാക്കാൻ വേണ്ടിയിട്ട് നല്ല എളുപ്പമാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാം, ബാക്ക് പോർഷനിൽ നീറ്റായിട്ട് തന്നെ ഇൻവിസിബിൾ സിബ് ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇൻവിസിബിൾ സിബ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നതിൻ്റെ വീഡിയോ ഇതിന് മുൻപ് നമ്മൾ അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ അതാർക്കെങ്കിലും കാണണം എന്ന് താല്പര്യമുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പോയിട്ട് കണ്ടു നോക്കാം കേട്ടോ. ബാക്ക് പീസിൽ സിബൊക്കെ അറ്റാച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇനി ബാക്ക് പീസും ഫ്രണ്ട് പീസും വെച്ചിട്ട് നമുക്ക് ഷോൾഡർ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ചെയ്യുന്നത്, നമ്മൾ ഫ്രണ്ട് പീസ് നമ്മൾ മറിച്ചെടുത്തിട്ടില്ല അല്ലേ. അപ്പോൾ ആ ഫ്രണ്ട് പീസിൻ്റെ മുകൾ ഭാഗത്തേക്കായിട്ട് നമ്മൾ ഇതുപോലെ ബാക്ക് പീസിനെ ഇങ്ങനെ കയറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ.
ഫ്രണ്ട് പീസിൻ്റെ നല്ല ഭാഗവും ബാക്ക് പീസിൻ്റെ നല്ല ഭാഗവും ചേർന്ന് വരത്തക്ക വിധത്തിൽ വേണം നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്യുന്ന കൊടുക്കുന്ന സമയത്ത് വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെയാവുന്ന സമയത്താണ് നമുക്ക് തയ്യൽ തുമ്പൊക്കെ ഉൾഭാഗത്ത് പോയിട്ട് നല്ല നീറ്റായിട്ട് തന്നെ കിട്ടുള്ളൂ. സ്ലീവ്ലെസ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല എളുപ്പമാണ് കേട്ടോ. കുറച്ച് അങ്ങോട്ട് എക്സ്പീരിയൻസ് ആയാൽ മാത്രം മതി. ബിഗിനേഴ്സൊക്കെ ആണെങ്കിൽ നമുക്ക് കട്ടിങ്ങിൻ്റെ സമയത്തും സ്റ്റിച്ചിങ്ങിൻ്റെ സമയത്തൊക്കെ നല്ല പാട് വരൂല്ലേ. പക്ഷേ അതൊക്കെ നമുക്ക് എക്സ്പീരിയൻസ് ഇങ്ങനെ ചെയ്ത് വരുമ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും മനസ്സിലാവും. പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടും പറ്റും കേട്ടോ. അങ്ങനെ ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഷോൾഡറിൻ്റെ ഭാഗം കറക്റ്റായിട്ട് തന്നെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം. രണ്ട് ഷോൾഡറും ഇതേ രീതിക്ക് തന്നെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ഫ്രണ്ട് പീസിൻ്റെ ഉൾഭാഗത്തേക്ക് നമ്മുടെ ബാക്ക് പീസിനെ നമ്മളിങ്ങനെ കയറ്റി കൊടുക്കുകയാണ്. കയറ്റി കൊടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നല്ല ഭാഗവും ചേർന്ന് വരത്തക്ക വിധത്തിൽ വേണം നമ്മൾ ഷോൾഡറിൻ്റെ ആ ഒരു ഭാഗത്തേക്ക് കയറ്റി കൊടുക്കാനായിട്ട്. അത് മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, രണ്ടും ഒപ്പം വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഷോൾഡർ ജോയിൻ ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് തയ്യൽ തുമ്പ് കാണാത്ത വിധത്തിലൊന്ന് സ്റ്റിച്ച് ഇതാണ് ഈ ഒരു ക്രോപ്പ് ടോപ്പ് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ക്രോപ്പ് ടോപ്പ് എങ്ങനെയാണോ നിൽക്കുക അതുപോലെ നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഷേപ്പിൻ്റെ ഭാഗത്ത് ഈ ഒരു അറ്റത്തിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ക്രോപ്പ് ടോപ്പ് നമ്മൾ എപ്പോഴും സ്റ്റിച്ച് ചെയ്തെടുക്കുന്ന സമയത്ത് സ്ട്രെയിറ്റ് ആയിട്ടാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. കാരണം ചെറിയ മക്കളായതുകൊണ്ട് തന്നെ വയറിൻ്റെ ആ ഒരു ഭാഗം ഇത്തിരി എന്താ പറയുക, പൊങ്ങിയിട്ടാണ് നിൽക്കുക. അപ്പോൾ അത് ലെവൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെസ്റ്റും വേസ്റ്റും ഒരുപോലെ തന്നെ കൊടുക്കുന്നത് കേട്ടോ. വലിയവർക്കാണെങ്കിൽ ചിലപ്പോൾ നമ്മുടെ വേസ്റ്റിൻ്റെ ആ ഒരു ഭാഗം കുറച്ച് കുറവായിട്ടാവും ഉണ്ടായിരിക്കുക. അപ്പോൾ ഇനി നമുക്ക് രണ്ട് ഭാഗത്തും എന്ത് ചെയ്യാം, സ്ട്രെയിറ്റ് ആയിട്ടൊരു സ്റ്റിച്ച് കൊടുക്കാം. തയ്യൽ തുമ്പ് കാണാത്ത വിധത്തിൽ സ്റ്റിച്ച് ചെയ്യാനാണ് നമ്മൾ ഈ ഒരു രീതിക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ഇനി എക്സ്ട്രാ വന്നിട്ടുള്ള ആ ഒരു പീസസൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റാം. രണ്ട് സൈഡിലെയും നമുക്കിങ്ങനെ കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ. ഇനി നമ്മളതിനെ മറിച്ചിട്ടതിന് ശേഷം നമുക്ക് എത്രയാണോ ചെസ്റ്റും വേസ്റ്റും ഒക്കെ വേണ്ടത് എന്നുള്ളത് കറക്റ്റായിട്ട് തന്നെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുക. മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ള ആ ഒരു പോർഷൻ ഇനി നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ ഒന്ന് സ്റ്റിച്ച് ചെയ്തും കൂടെ എടുക്കാം കേട്ടോ. ക്രോപ്പ് ടോപ്പ് ആയതുകൊണ്ട് തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് സ്റ്റിച്ച് നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ടാണ് കൊടുക്കുന്നതെന്ന്. അപ്പോൾ ഡബിൾ സ്റ്റിച്ച് വേണം നമ്മളെപ്പോഴും ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇത് നമുക്ക് എന്ത് ചെയ്യുക, ഈ ഭാഗം കൂടി നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് എത്രയാണോ ടോട്ടൽ ലെങ്ത്ത് വേണ്ടത് ആ ലെങ്ത്തിൻ്റെ കൂടെ 1.5 ഇഞ്ചും കൂടി നമുക്ക് എന്ത് ചെയ്യണം, കൂട്ടിയതിന് ശേഷം ഇവിടെ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. ബാക്കിയുള്ള പീസസൊക്കെ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. ഇവിടെ നമുക്ക് കറക്റ്റായിട്ടാണ് കിട്ടിയിട്ടുള്ളത്. ഇനി ഈ ഒരു താഴെ ഭാഗത ആ ഒരു താഴെ ഭാഗം നമുക്കൊന്ന് ഫോൾഡ് ചെയ്ത് റൗണ്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അതും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ക്രോപ്പ് ടോപ്പിൻ്റെ കംപ്ലീറ്റ് പണികളും ഇവിടെ തീർന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ക്രോപ്പ് ടോപ്പ് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നല്ല സിമ്പിളാണ്, നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാവുന്നതാണ്. ബിഗിനേഴ്സിനാണെങ്കിൽ പോലും നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാം കേട്ടോ. ഇനി ഈ ഒരു താഴെ ഭാഗം നമുക്ക് ഇങ്ങനെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ഈ ഒരു സീം അലവൻസിൻ്റെ ആ ഒരു ഭാഗമില്ലേ, നമ്മൾ വേസ്റ്റൊക്കെ മാർക്ക് ചെയ്ത് കൊടുത്ത ആ ഒരു ഭാഗം, അപ്പോൾ ആ ഒരു ഭാഗത്ത് നമ്മളവിടെ പതിച്ച് വെച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനായിട്ട്. നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ റൗണ്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മൾ ക്രോപ്പ് ടോപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. കൂടെ തന്നെ നമ്മുടെ ഫ്രോക്കിൻ്റെ ക്ലാസ്സിലേക്ക് ജോയിൻ ആവാൻ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ജസ്റ്റ് ഒന്ന് വാട്സപ്പ് ചെയ്താൽ മതി. ഇനി സ്റ്റിച്ചിങ്ങിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണം എന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ പറഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ചുള്ള വീഡിയോസൊക്കെ ചെയ്യുന്നതാണ്. എന്തെങ്കിലും അറിയാൻ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ നേരെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്തോളൂ.